കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയുന്ന വിഷയം പ്രണയകാര്യങ്ങൾ ജാതകത്തിലോ പ്രശ്നത്തിലോ അറിയാം എന്നാണ്. അതായത് ഇപ്പോൾ നമ്മുടെ കാലഘട്ടം അതാണ് ഇല്ലേ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മൊബൈലും അതേപോലുള്ള സൗകര്യങ്ങളൊക്കെ ആയപ്പോൾ പ്രേമകാര്യങ്ങൾ ഇപ്പോൾ വളരെ എളുപ്പത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ഇല്ലേ. പണ്ടൊക്കെ പ്രേമലേഖനങ്ങൾ എഴുതി വിടണമായിരുന്നു ഇല്ലേ. ഒന്നിൽ പോസ്റ്റ് എഴുത്ത് കൊടുക്കണം, അതിനുള്ള ലേഖനങ്ങൾ എഴുതി കൊടുക്കണം, പ്രേമലേഖനങ്ങളൊക്കെ എഴുതി. ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം മുറിക്കകത്ത് കയറിയിരുന്നിട്ട് മെസ്സേജ് വിട്ടാൽ മതിയല്ലോ ഇല്ലേ. പ്രേമം തലക്ക് പിടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ പ്രണയകാര്യങ്ങൾ ഇതെങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ മക്കള് ഇങ്ങനെ ചില ആൾക്കാരെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? ചിലപ്പോൾ അവർ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ ചില അസമയങ്ങളിലൊക്കെ ഫോൺ വരികയും അതിനെപ്പറ്റി അതിന് മറുപടി പറയുകയൊക്കെ ചെയ്ത് ഈ ഫോണിലൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോൾ ചിലപ്പോൾ ചില മാതാപിതാക്കൾക്ക് തോന്നും ഇതിൻ്റെ അകത്ത് ഒരു വശപ്പശ കണ്ടല്ല, ഇങ്ങനെ ഇത് ഒരു അത്ര ശരിയല്ലല്ല ഈ ഫോൺ വിളി എന്നൊക്കെ തോന്നും. അപ്പോൾ ആളായിരിക്കുള്ളൂ ചിലപ്പോൾ പ്രേമ കാര്യങ്ങളൊക്കെ അറിയണത്, പിടിക്കണത്, കുടുംബത്തിൽ ബഹളം ഉണ്ടാകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇല്ലേ. ഇത് സാധാരണമാണ്. ഇത് സാധാരണമാണ്. ഇതിപ്പോൾ മൊബൈൽ വന്നപ്പോൾ അതൊന്നും കൂടി ആളിക്കത്തിക്കൊണ്ടിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. അതിനുള്ള സൗകര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ്. അപ്പം ഇങ്ങനെയുള്ള പ്രേമ വിഷയങ്ങൾ നിങ്ങൾ ഇതുപോലെ ഒളിഞ്ഞും പാത്തുനിന്നും മക്കളുടെ കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ട കാര്യമില്ല. അതിന് ജ്യോതിഷത്തിൽ ചില കാര്യങ്ങളുണ്ട്. ജ്യോതിഷപരമായിട്ട് മക്കളുടെ ആ ഗ്രഹനില ഒന്ന് പരിശോധിച്ച് അറിയാൻ പറ്റും. അവർ ഇന്ന സമയത്ത് ഇന്ന ആൾക്കാർ ചിലപ്പോൾ അത് പ്രേമബന്ധത്തിൽ പോകുന്നു. അവർക്ക് പ്രേമം വരും. അവർക്ക് മറ്റ് സ്ത്രീകളുമായിട്ടോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷനുമായിട്ടോ പുരുഷന് സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധങ്ങൾ വരാവുന്ന ചില യോഗങ്ങൾ അവരുടെ ജാതകം പരിശോധിച്ചാൽ അല്ലെങ്കിൽ അവരെ ഗ്രഹനില പരിശോധിച്ചാൽ ഒരു നല്ലൊരു ജ്യോത്സ്യനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മൊബൈലിൽ കുത്തിയിരിപ്പുണ്ടാന്ന് നോക്കേണ്ട കാര്യമില്ല. ഒരു ഗ്രഹനില ഒന്ന് പരിശോധിച്ചാൽ മതി. നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് മക്കളുടെ ഗ്രഹനില ഒന്ന് കൊണ്ടുവന്ന് നോക്കിക്കാമോ, തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ചാടിപ്പോകാനുള്ള ഒരു യോഗം ഉണ്ടായില്ലെന്ന് അറിയാൻ പറ്റും. ചാടിപ്പോണെന്ന് പറഞ്ഞ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രേമിച്ച് പോയി ഒളിച്ചോടി കല്യാണം കഴിക്കണ വിഷയം. അതാണല്ലോ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ നടക്കണേ. അച്ഛനമ്മമാരെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് അവർക്ക് ഇന്നലെ കണ്ട ഏതായാലും ചിലപ്പോൾ ഒരാഴ്ച പരിചയമുള്ള ഒരു ഏക്കൻ്റെ കൂടെ ആയിരിക്കുള്ള ഒരു പെൺകുട്ടി ഒളിച്ചോടി പോണേ ഇല്ലേ. ചിലപ്പോൾ അതേപോലെ തന്നെ തിരിച്ചും. എന്നിട്ട് അവസാനം എന്താണ്, പോലീസ് കേസും മറ്റേതും മറിച്ചതും. അവസാനം വല്ല കായലില പുഴയിലൊക്കെ ശവം പൊങ്ങലി, അല്ലെങ്കിൽ ലോഡ്ജിൽ കെട്ടി തൂങ്ങിച്ചാകലി, അല്ലെങ്കിൽ കുത്തിക്കൊല്ലലി, ഇങ്ങനെയൊക്കെ. കാരണം ഇവർ തമ്മിൽ ഈ മൊബൈലിൽ കൂടി ഫോൺ വിളിച്ച് അല്ലെങ്കിൽ ഇത് വെച്ച് ചക്കരയെ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് സൂപ്പിക്കണ വർത്താനമല്ലേ പറയണേ. പക്ഷെ ഇവർ ജീവിതത്തിൽ ഒന്നിച്ച് അടുത്ത് പെരുമാറി കഴിയുമ്പോഴാണ് സൂക്കയുടെ മനസ്സിലാകുന്നത്. രണ്ടുപേരുടെയും വിശ്വരൂപ അപ്പം ഇവർ കാണും. രണ്ടുപേരും യഥാർത്ഥ സ്വഭാവം അറിയും. ചിലവർക്ക് ഭാര്യയുള്ളവനായിരിക്കും ഈ ചില കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരെ ഇങ്ങനെ ഇത് പ്രേമിച്ച് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഭർത്താവും മക്കളുള്ളവളായിരിക്കും ചിലപ്പോൾ അന്യപുരുഷൻ്റെ കൂടെ പോണത്. ഇതൊക്കെ പതിവായിക്കൊണ്ടിരിക്കണേ. ഇപ്പം നിത്യമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വിഷയം ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം ആരെങ്കിലും ഇതിനെതിരായിട്ട് എനിക്ക് ചിലപ്പോൾ എന്നെ കമൻ്റ് ഇടുകയായിരിക്കും, അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയുമായിരിക്കും. എന്നാലും സത്യമല്ലാതാവുന്നില്ല. ഞാനുള്ള കാര്യമാണ് പറയണത്. അപ്പം അതുകൊണ്ട് നമ്മളുടെ മക്കളെ ആൺപിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി നിങ്ങൾ അവരുടെ മൊബൈൽ പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ഇങ്ങനെ ഗ്രഹനിലയിൽ അവർക്ക് ഇങ്ങനെ ഒരു യോഗം ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാം. അതാണ് ഞാൻ പറയുന്നത്. അതിന് ജാതകത്തിൽ ചില സൂചനകൾ ഉണ്ടാവും. നല്ലൊരു ജ്യോത്സ്യനെ സമീപിച്ചാൽ അതിന് മറുപരിഹാരം ഉണ്ടാവും. വിവാഹപൂർവ്വ ശാരീരിക ബന്ധം വരെ പ്രശ്നത്തിൽ സാധിക്കാം. നല്ലൊരു പ്രശ്നാരിയുടെ അടുത്ത് അല്ലെങ്കിൽ നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്നാൽ വിവാഹത്തിന് മുമ്പ് ഇവർ ശാരീരികമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് പോലും
ഒരു നല്ലൊരു ജോത്സ്യന് ആ പ്രശ്നം വെച്ച് അവരെ രണ്ടുപേരെയും പ്രശ്നം വെച്ച് പറയാൻ പറ്റും. അതിന് ചില ഇതുണ്ട്, അതൊക്കെ ഇങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചില ചില എന്താ ഗ്രഹങ്ങൾ തമ്മിൽ വീക്ഷണങ്ങൾ, അങ്ങനെ നോട്ടങ്ങൾ, അതേപോലെയുള്ള ചില യോഗങ്ങൾ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വിവാഹത്തിന് മുമ്പ് തന്നെ ഇവർ ശാരീരിക ബന്ധം പുലർത്തിയിരുന്നവരാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതൊക്കെ വേറെ വിധത്തിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലൊരു ജോത്സ്യന് ഇതും പറയാം എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ആ വിഷയത്തെപ്പറ്റി നമുക്ക് ഓടിച്ചിരിച്ച് പോകേണ്ട കാര്യമില്ല. അപ്പോൾ വിവാഹപൂർവ്വ ശാരീരിക ബന്ധം വരെ നമുക്ക് വേണമെങ്കിൽ ഒരു വിവാഹ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. എന്ന് വിചാരിച്ച് വിവാഹ പ്രശ്നം ആലോചിക്കുമ്പോൾ ആ പെണ്ണിൻ്റെ ഉടനെ തന്നെ ആ പെണ്ണിൻ്റെ ജാതകം എടുത്തുകൊണ്ട് വന്നിട്ട് അവൾ നേരത്തെ വേറെ ഏതെങ്കിലും വിധത്തിൽ ഇങ്ങനെ ബന്ധപ്പെടാൻ വിട്ടുള്ളതാണെന്നൊക്കെ ജ്യോത്സ്യന്മാരോട് ചോദിച്ച് ജ്യോത്സ്യന്മാരെ കൊടുക്കരുത്. കാരണം അങ്ങനെയൊക്കെ പറഞ്ഞു ശരിയാവില്ല. പക്ഷേ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാനുള്ള വസ്തുത ശരിയാണെന്നാണ് ഞാൻ പറയുന്നത്. ജാതകത്തിലായാലും പ്രശ്നത്തിലായാലും നല്ലൊരു ജ്യോത്സ്യന് ഇതെല്ലാം കണ്ടുപിടിച്ച് തരാൻ പറ്റും. ജാതകത്തിലെ കാര്യം പ്രശ്നത്തിലും കാണാൻ പറ്റും. നമ്മുടെ ജാതകത്തിൽ കാണുന്നത് പോലെയൊക്കെ നമുക്ക് പ്രശ്നത്തിലും കാര്യം അറിയാൻ പറ്റും. ജാതകത്തിലായാലും പ്രശ്നത്തിലായാലും 7ാം ഭാവത്തിൽ കുജശുക്രയോഗം കണ്ടാൽ, ജാതകത്തിലായാലും പ്രശ്നത്തിലായാലും 7ാം ഭാവത്തിൽ കുജശുക്രയോഗം കണ്ടു കഴിഞ്ഞാൽ അവിടെ പ്രേമം പറയാം. അവിടെ പ്രേമം പറയാം. 7ൽ രാഹു യോഗം കണ്ടാൽ, അതായത് ഒരു ജാതകത്തിൽ ഗ്രഹനിലയിൽ 7ാം ഭാവത്തിൽ, 7ാം ഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ വിസ്തരിച്ച് സമയം പോകും, അതുകൊണ്ടാണ്. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹത്തിൻ്റെ ഭാവമാണ്, ഇല്ലേ? കളത്രഭാവം എന്ന് പറയും. അപ്പൊ 7ാം ഭാവത്തിൽ കുജശുക്ര രാഹു യോഗം കണ്ടു കഴിഞ്ഞാൽ ഇത് അവിടെ നമുക്ക് വിവാഹ ഇങ്ങനെ പ്രേമബന്ധങ്ങൾ പറയാം. 4ൽ കുജശുക്രയോഗം അല്ലെങ്കിൽ ശുക്രരാഹുയോഗം ഇത് കണ്ടാലും അവിടെ ആ ജാതകൻ പ്രേമിച്ചു പോകുന്നുള്ളത് ഉറപ്പാണ്. 5ൽ കുജശുക്രയോഗം, 5ാം ഭാവത്തിൽ കുജശുക്രയോഗം അല്ലെങ്കിൽ ശുക്രരാഹുയോഗം ഇത് കണ്ടാലും അവിടെ പ്രേമം പറയാം. 11ൽ കുജശുക്രയോഗം അല്ലെങ്കിൽ രാഹുയോഗം ഇത് കണ്ടാലും ഇങ്ങനെയൊക്കെ വന്ന ജാതകത്തിലുണ്ടെങ്കിൽ അവരുടെ പ്രേമത്തെ പറ്റി പറയാനായിട്ട് ഒരു ജ്യോത്സ്യന് നിസ്സാരമായി സാധിക്കും. അതുകൊണ്ട് പിള്ളേരുടെ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ ജാതകങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. പിള്ളേരുടെ ജാതകമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രഹനില എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തലക്കുറി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ ഇന്ന സമയത്ത് അവർ ചിലപ്പോൾ ചാടിപ്പോവും, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. അപ്പം അതിനു വേണ്ടി നമുക്കൊരു ഒരു ശ്രദ്ധ ആ പിള്ളേരുടെ മേലിൽ കൊടുക്കണം. അപ്പോൾ ആ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.